ഹായ്, ഇന്ന് ഉണ്ടാക്കണത് ചായക്ക് ഒരു അലീസ കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിക്കില്ലേ, അതാട്ടോ. ഗോതമ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടത് കേട്ടോ, രാവിലെ ഇട്ടതാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ഒരു വലിയ ഉള്ളിയുടെ ചെറിയ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് നന്നായി വേവിച്ചെടുത്തിട്ട് പകുതി ഞാൻ ഗോതമ്പ് എടുത്തിട്ട് തണുപ്പിച്ചതിന് ശേഷം ജാറിലിട്ടിട്ട് നമ്മൾ നന്നാക്കി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിലുള്ള ഗോതമ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പായസം അല്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മളിതാ ഒരു മുറി നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തിളച്ച് വന്നാൽ തീ ഓഫാക്കണം. എന്നിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. നമ്മളിതാ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു കുറച്ച് ഉള്ളി മുറിച്ചതും കൂടി നല്ല നൈസാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കണത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഗോതമ്പ് പായസത്തിലേക്കുള്ള ഗോതമ്പ് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.